മുതിർന്ന കോൺഗ്രസ് നേതാവും തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് അംഗവുമായ വെള്ളനാട് ശശി പാർട്ടി വിട്ടു. CPIM-നൊപ്പം ചേർന്ന് പ്രവർത്തിക്കുമെന്ന് വെള്ളനാട് ശശി പറഞ്ഞു. കോൺഗ്രസ് പ്രസക്തിയില്ലാത്ത പാർട്ടിയായി മാറിയെന്നും അദ്ദേഹം പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി വിജിൻ ചേരുന്നു. വിജിൻ, കോൺഗ്രസിന്റെ നേതാക്കൾ തുടർച്ചയായി CPM-ലേക്ക് വരികയാണ്. ഇപ്പോൾ വെള്ളനാട് ശശി ജില്ലയിലെ തന്നെ അറിയപ്പെടുന്ന നേതാവാണ്. എന്താണ് അദ്ദേഹം പറയുന്നത്? ഷമി മുൻ KPCC എക്സിക്യൂട്ടീവ് അംഗവും ഇപ്പോൾ നിലവിലെ വെള്ളനാട് ഡിവിഷനിലെ ജില്ലാ പഞ്ചായത്ത് അംഗവുമാണ് വെള്ളനാട് ശശി. ആ പ്രദേശത്ത് വെള്ളനാട് മേഖലകളിൽ വലിയ സ്വാധീനമുള്ള കോൺഗ്രസ് നേതാവ് കൂടിയാണ് വെള്ളനാട് ശശി. ഈ വെള്ളനാട് ശശിയാണ് ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് ഒപ്പം ജില്ലാ പഞ്ചായത്ത് അംഗത്വവും രാജിവെച്ച് CPM-മായി ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ജില്ലാ കമ്മിറ്റി ഓഫീസിൽ അനാവൂർ നാഗപ്പൻ, ഒപ്പം തന്നെ A റഹീം MP ഉൾപ്പെടെയുള്ളവർ ചേർന്ന് വെള്ളനാട് ശശിയെ സ്വാഗതം ചെയ്തു. എന്തായാലും ശശി വ്യക്തമാക്കുന്നത് ഈ അടൂർ പ്രകാശിന്റെ BJP അനുകൂല നിലപാട്, ഒപ്പം കോൺഗ്രസ് നേതൃത്വത്തിന്റെ BJP അനുകൂല നിലപാട് ഒക്കെ കാരണമാണ് താൻ കോൺഗ്രസ് വിട്ടത്. മറ്റൊരു മതേതര പാർട്ടിയാണ് CPM. കോൺഗ്രസ് പൂർണ്ണമായും വർഗീയ പാർട്ടിയായി BJPക്ക് സമാനമായി മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ മതേതര പാർട്ടിയായ CPM-നൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിക്കുകയാണ് എന്നാണ് വെള്ളനാട് ശശി വ്യക്തമാക്കിയത്. തനിക്കൊപ്പം ആയിരക്കണക്കിന് പ്രവർത്തകരുണ്ട്. തന്റെ നാട്ടിൽ പ്രദേശങ്ങളിൽ ഉള്ള ആളുകളെല്ലാം തനിക്ക് ഒപ്പം നിൽക്കുന്നവരാണ്. താനാണ് ആ മേഖലകളിൽ കോൺഗ്രസിനെ കെട്ടിപ്പടുത്ത ആൾ. കഴിഞ്ഞ 45 വർഷമായി ജനപ്രതിനിധിയായി പല മേഖലകളിൽ പ്രവർത്തിക്കുക കൂടി ചെയ്ത ആളാണ് താൻ. അതുകൊണ്ട് തന്നെ തന്റെ ഈ ബന്ധങ്ങൾ ജോയിക്ക് അനുകൂലമായി വോട്ടാക്കി മാറ്റാൻ കഴിയും. അത്തരത്തിലുള്ള പ്രചാരണത്തിന് ഇന്നു മുതൽ തുടക്കം കുറിക്കുകയും ചെയ്യും എന്നാണ് വ്യക്തമാക്കുന്നത്. എന്തായാലും വെള്ളനാട് ശശി എടുത്തു പറഞ്ഞ കാര്യം, പാലോട് രവി ഉൾപ്പെടെയുള്ളവർ അഴിമതിക്കാരാണ്. ഈ വെള്ളനാട് പഞ്ചായത്തിൽ ഒരു കാര്യം നടക്കണമെങ്കിൽ പോലും വലിയ തുക കൈക്കൂലി വാങ്ങേണ്ട സ്ഥിതിയാണ് നിലവിലുള്ളത്. അതിന്റെ ഒരു പങ്ക് എത്തുന്നത് പാലോട് രവിക്കാണ്, DCC പ്രസിഡന്റിനാണ്. ഒപ്പം തന്നെ ഈ അടൂർ പ്രകാശിന്റെ BJP അനുകൂല നിലപാട് കടുത്ത നിലയിൽ ഈ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. BJP ജയിച്ചാലും LDF ജയിക്കരുത് എന്ന നിലപാടാണ് അടൂർ പ്രകാശിനുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരം നിലപാട് സ്വീകരിക്കുന്ന ഒരു പാർട്ടിയും നേതാക്കളുമായി ഒത്തുപോകാൻ കഴിയില്ല. അതുകൊണ്ട് താൻ കഴിഞ്ഞ കാലങ്ങളിൽ കോൺഗ്രസ് പ്രവർത്തകനായി കാലങ്ങളായി തുടർന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്തരം ഒരു നിലപാട് മാറ്റി മതേതര പാർട്ടിയായ CPM-നൊപ്പം ചേരാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ് എന്നാണ് വ്യക്തമാക്കിയത്. എന്തായാലും ഇവരെ ഷാളണിയിച്ച് CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ എത്തിയ അദ്ദേഹത്തെ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ചേർന്ന് സ്വീകരിച്ച് വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. വിജിൻ, കോൺഗ്രസിനുള്ളിൽ ആഭ്യന്തര സംഘർഷം വളരെ രൂക്ഷമാണ് എന്നുള്ളതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ വലിയ നേതാക്കൾ BJP-യിലേക്ക് പോകുമെന്നുള്ള പ്രചരണം വലിയ രീതിയിൽ തന്നെ ഉണ്ട്. അപ്പോൾ കോൺഗ്രസിനുള്ളിലും ആ രീതിയിലൊരു പ്രചരണം ഉണ്ട് എന്നുള്ളതല്ലേ വെള്ളനാട് ശശിയെ പോലുള്ള മതേതര മനസ്സുള്ള ആൾക്കാർ വ്യക്തമാക്കുന്നത്? തീർച്ചയായും ഷമ്മി, പല വിഷയങ്ങളിലും കോൺഗ്രസ് എടുക്കുന്ന നിലപാട് ഈ BJP അനുകൂലമാണ്. BJP ദേശീയ തലത്തിലും കേരളത്തിലും സ്വീകരിക്കുന്ന നിലപാടിന് സമാനമായ നിലപാടാണ് ഏറ്റവും അവസാനം പ്രകടന പത്രികയിൽ ഉൾപ്പെടെ ഉണ്ടായിരുന്നത്. ഈ കാലങ്ങളായി തുടർന്നുകൊണ്ടിരിക്കുന്ന ഇത്തരം നിലപാടുകളിൽ കോൺഗ്രസിലെ പ്രവർത്തകർക്കും നേതാക്കൾക്കും അമർഷമുണ്ട്. അതാണ് തീർച്ചയായും കോൺഗ്രസിലെ പ്രവർത്തകർക്ക് വലിയ തോതിൽ അമർഷമുണ്ട്. അതിന്റെ പ്രതിഫലനമാണ് നാം കണ്ടത്.